നമസ്കാരം. ഡൽഹിയിൽ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് കോൺഗ്രസ് BJP ജുഗൽബന്ദി. ഡൽഹിയിലെ ത്രികോണ പോര് അരവിന്ദ് കെജ്രിവാളിന് അംഗീകരിക്കാനായിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. AAP ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറുവശത്ത് BJP കോൺഗ്രസ് ബാന്ധവമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കെജ്രിവാൾ പാടുപെടുന്നത്. കോൺഗ്രസ് BJP ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ ഒരു മത്സരം പാടില്ലെന്നും BJP ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നീങ്ങണമെന്നും മുൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ നിന്ന് കോൺഗ്രസ് പടിക്ക് പുറത്തു നിൽക്കണമെന്നാണ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നത്. AAPക്ക് വേണ്ടി ഒരു ഉപേക്ഷയും വിചാരിക്കാതെ കോൺഗ്രസ് പിന്മാറണമെന്ന ഡിമാൻഡ് ഇന്ത്യ ബ്ലോക്കിൽ നിന്നുകൊണ്ട് സമ്മർദ്ദതന്ത്രമായി പ്രയോഗിച്ച് നോക്കുകയാണ് കെജ്രിവാൾ. പക്ഷെ ദേശീയ നേതൃത്വത്തിനപ്പുറം ഡൽഹിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഈ വിട്ടുവീഴ്ച അംഗീകരിക്കാൻ ആവില്ലായിരുന്നു. വിട്ടുകൊടുത്തും പിൻവാങ്ങിയും സഖ്യത്തിനുള്ളിൽ കോൺഗ്രസ് ഞെരുങ്ങി ഒതുങ്ങുന്നുവെന്നാണ് അണികൾ അലമുറയിടുന്നത്. കോൺഗ്രസ് ഡൽഹി തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയാകട്ടെ 2013 കോൺഗ്രസിന്റെ ഹാട്രിക് ഭരണം അവസാനിപ്പിച്ച് പിടിച്ചെടുത്ത ഡൽഹി തങ്ങളുടെ ഉള്ളം കയ്യിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ത്യ ബ്ലോക്ക് എന്ന സമ്മർദ്ദ തന്ത്രത്തിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്നില്ല എന്നായപ്പോൾ മറ്റിന്ത്യ സഖ്യകക്ഷികളെ തങ്ങൾക്കൊപ്പം നിർത്തി കോൺഗ്രസിനെ മുന്നണിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് AAP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഇന്ത്യ ബ്ലോക്ക് എന്ന പാതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി നീക്കം മാറിയിട്ടുണ്ട്. പിന്നാലെ കോൺഗ്രസിനെ BJPയേക്കാൾ ശക്തിയോടെ പരിഹസിക്കാനും ആക്രമിക്കാനും ആം ആദ്മി പാർട്ടി മുന്നിട്ടിറങ്ങുന്നതിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഡൽഹിയിൽ BJPക്കപ്പുറം അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെ നിലം പരിശാക്കാനാണ്. അതിനായി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന പദമാണ് ജുഗൽബന്ദി. രാഹുൽ ഗാന്ധി തന്റെ റാലിയിൽ തിരിച്ചടി തുടങ്ങിയതോടെയാണ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്കെതിരായ ആക്രമണം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇന്ത്യ മുന്നണി തകർന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടിക്ക് പുറത്തുപോയാലും തന്റെ പാർട്ടി അധികാരത്തിൽ വരണം എന്ന അതിമോഹമാണ് കെജ്രിവാളിനെ ഇപ്പോൾ നയിക്കുന്നത്. ഈ സമയത്ത് രാഹുൽ ഗാന്ധിയെ സ്ഥിരം പപ്പുവെന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്ന BJP IT സെൽ തലവൻ അമിത് മാളവ്യ കെജ്രിവാളിനെതിരെയും ശക്തമായ പരിഹാസവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് അമിത് മാളവ്യയുടെ പരാമർശം എന്ന മട്ടിൽ കാര്യങ്ങൾ കുഴച്ചുമറിക്കാനുള്ള കെജ്രിവാളിന്റെ പുത്തൻ ഒളിപ്പോര് തന്ത്രം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ തന്ത്രം എത്രത്തോളം ഡൽഹിയുടെ ജനാധിപത്യ ഭൂമികയിൽ വിലപ്പോവുമെന്ന് കാത്തിരുന്നു കാണാം.